ബീഹാറിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തള്ളി മഹാസഖ്യം. ജനങ്ങൾ മാറ്റത്തിനായാണ് വോട്ട് ചെയ്തത് എന്ന് തേജസ്വി യാദവ്. മഹാഗഡ്ബന്ധൻ സർക്കാർ രൂപീകരിക്കും. തുടർ ഭരണ പ്രതീക്ഷയിൽ NDA. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവസാന ഘട്ടത്തിൽ. തിരുവനന്തപുരത്ത് LDF-ന് തലവേദനയായി വിമതർ. എറണാകുളത്ത് സീറ്റ് വിഭജനത്തിൽ BJP BDJS ഭിന്നത. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി BJP-യിൽ ഭിന്നത രൂക്ഷം. തൊടുപുഴ നഗരസഭയിൽ കോൺഗ്രസിനോടിടഞ്ഞ് കേരള കോൺഗ്രസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പത്മകുമാറിലേക്ക്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി പത്മകുമാർ. തട്ടിപ്പ് മുഴുവൻ ദേവസ്വം ബോർഡിന്റെ അറിവോടെയെന്ന് റിമാൻഡ് ഇപ്പോൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വർണ്ണക്കൊള്ള രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ്. സന്നിധാനത്തെ പോലീസ് വിന്യാസത്തിലും സർക്കാരിന് ഗുരുതര വീഴ്ച. പ്രധാന ചുമതലയിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയെ നിയമിച്ചത് വിവാദത്തിൽ. ഒടുവിൽ PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത്. വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചത് CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ട് അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ. RSSന്റെ അജണ്ടയ്ക്കെതിരായ വിജയമെന്ന് ബിനോയ് വിശ്വം. വിവാദ പരാമർശവുമായി കേരള സർവകലാശാലയിലെ BJP സിൻഡിക്കേറ്റ് അംഗം. ഡീൻ വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പുന്നത് ദളിത് വ്യക്തിയെന്ന് TG വിനോദ് കുമാർ. സെനറ്റ് യോഗത്തിനെത്തിയ VC-യെ തടഞ്ഞ് SFI. ജാതി അധിക്ഷേപം നടത്തിയ വിജയകുമാരിയെ പുറത്താക്കണമെന്ന ആവശ്യം. വ്യാജ ആരോപണമെന്ന് BJP.